ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധം പതിറ്റാണ്ടുകളുടെ സഹകരണത്തിന്റെ ഉൽപ്പന്നമാണ്. ലോകരാഷ്ട്രീയം കൂടുതൽ സങ്കീർണമാവുകയും അമേരിക്കൻ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ പോലും ഈ സൗഹൃദം കൂടുതൽ ശക്തമാവുകയാണ്. പ്രതിരോധം, ഊർജം, സാമ്പത്തിക വ്യാപാരം എന്നീ മേഖലകളിൽ ഈ ബന്ധം ആഴത്തിൽ വേരൂന്നി കഴിഞ്ഞു. ദാവൂദ് ഖുത്താബിന്റെ ലേഖനം പലസ്തീൻ അമേരിക്കൻ വിഷയത്തിലെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടിയതുപോലെ ഇന്ത്യ റഷ്യ ബന്ധത്തിൽ അമേരിക്കൻ നയതന്ത്രത്തിന്റെ കാപട്യവും പക്ഷപാതപരമായ നിലപാടുകളും വ്യക്തമാണ്. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ റഷ്യൻ ആയുധങ്ങൾക്കുള്ള സ്ഥാനം അദ്വിതീയമാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുധ ശേഖരത്തിന്റെ ഏകദേശം 60 മുതൽ 70% വരെ റഷ്യ നിർമ്മിതമാണ്. ഇത് കേവലം ഒരു വ്യാപാര ബന്ധം എന്നതിലുപരി ദീർഘകാല തന്ത്രപരമായ സഹകരണത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന യുദ്ധവിമാനങ്ങളായ സുഖോയ് Su-30 MKIയും MiG-29 റഷ്യൻ നിർമ്മിതമാണ്. ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലാണ്. അതുപോലെ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും കരസേനയുടെ T-90 ഭീഷ്മ ടാങ്കുകളും റഷ്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. കാലക്രമേണ ഇന്ത്യൻ തദ്ദേശീയമായി പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നുണ്ടെങ്കിലും റഷ്യയുമായുള്ള സഹകരണം ഇപ്പോഴും വളരെ നിർണായകമാണ്. സാങ്കേതിക വിദ്യ കൈമാറ്റം, സംയുക്ത ഉൽപാദനം തുടങ്ങിയ മേഖലകളിലും ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ട്. ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പോലുള്ള സംരംഭങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപാടുകളിൽ ഒന്നാണ് S-400 ട്രയംഫ് മിസൈൽ സംവിധാനം. ശത്രുവിന്റെ യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവ ദീർഘദൂരത്തിൽ നിന്ന് തന്നെ തകർക്കാൻ ഈ സംവിധാനത്തിന് കഴിയും. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ ശേഷിക്ക് ഇത് നൽകുന്ന മുൻതൂക്കവും വളരെ വലുതാണ്. 2018 $5.5 ബില്യൺ ഇന്ത്യ 5 S-400 യൂണിറ്റുകൾക്കായി റഷ്യയുമായി കരാർ ഒപ്പിട്ടത്. ഈ കരാറിനെതിരെ അമേരിക്ക അവരുടെ നിയമം ഉപയോഗിച്ച് ഇന്ത്യയെ ഉപരോധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ഭീഷണിക്ക് വഴങ്ങാതെ ഇന്ത്യ കരാറുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ ആഴവും ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ ശക്തിയും കാണിക്കുന്നു.